ഹലോ ഗേയ്സ്, നമ്മൾ അരുവിക്കുഴിയുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇവിടെ വരെയാണ് കണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് അതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് കാണാം കേട്ടോ. ഇടുക്കി തേക്കടി വന്നാൽ ഇവിടെ കാണാതെ പോകരുതേ, ഒരു നഷ്ടമാവും. ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെയാണ് വെള്ളത്തിന്റെ ചാട്ടം വരുന്നത്. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ നല്ല രസം നോക്കിയ കാട്ടും മരങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം നോക്കിയേ. സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. ഈ അരുവി ഒഴുകി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇത് തമിഴ്നാട്ടിലേക്കാണ് പതിക്കുന്നത്. അതുകൊണ്ട് അവര് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്ത് നമ്മൾ തന്നെയല്ലേ വാങ്ങി ഉപയോഗിക്കുന്നേ. അതുകൊണ്ട് ഒരു ഉപകാരത്തെ കൊള്ളുന്നല്ലോ. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള പണിത കസാര പോലെയാണ് ഇത്. നമ്മുടെ പറ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റും, ഫാമിലി ആക്കി വന്നാൽ. അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇച്ചിരി പായല ഇതുകൊണ്ടോ, ഇത് തഴയെന്ന് പറയും. തഴ പണ്ടുള്ള കാലങ്ങളിലേ ഈ പാ നെയ്തുകൊണ്ടിരുന്ന ഈ തഴ വെച്ച തഴപ്പാന്ന് പറയാലും നമ്മുടെയൊക്കെ കുഞ്ഞനാളുകളിൽ ഇതിന്റെ ഇല പറിച്ച് ഉണങ്ങി അമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ഇത് നെയ്ത് കടയിൽ കൊണ്ടേ കൊടുക്കുമായിരുന്നു. അതുണ്ടാക്കുന്ന ഇലയായത് തഴ. ഇതൊക്കെ ഇപ്പൊ കാണാനില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടെ വന്നിരുന്ന കാപ്പിയോ കടിയോ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാം ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ. ഇതിവിടെ വന്നാലേ ഇതിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞറിയിച്ചാലും അത് അങ്ങ് എത്തുകയില്ല, അത്രയ്ക്ക് രസമാ. എന്താ നമ്മുടെ ആ ബ്രിഡ്ജിന്റെ താഴെയുള്ള വെള്ളച്ചാട്ടം കൊണ്ട് ഇച്ചിരൂടെ അകന്ന് നിന്നുള്ള വ്യൂ ആണ്. നോക്കിക്കേ, ആ വെള്ളം ഇങ്ങനെ വീഴുന്നു. നല്ല അപ്പൊ എല്ലാവരും ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ തേക്കടിക്ക് അടുത്തുള്ള DTPCയുടെ ഡെസ്റ്റിനേഷനായ അരുവിക്കുഴി വ്യൂ പോയിന്റിൽ വരാതെ പോവരുത്. വരാതെ പോയാൽ അത് വലിയ നഷ്ടമാണ്. അത്രയും നല്ലൊരു ഡെസ്റ്റിനേഷനാണിത്. അത് ഒന്നും ആർട്ടിഫിഷ്യൽ ഒന്നും അല്ല, ഇതെല്ലാം പ്രകൃതിയായിട്ട് തന്നിരിക്കുന്നതാണ് നമുക്ക്. ഇത് കണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് ആ മരത്തിന്റെ പൂവാ കേട്ടോ. ഇതുണ്ടോ, ആ മരത്തിന്റെ പൂവാ പൊഴിഞ്ഞു കിടക്കുന്നതാണ്. ഇഷ്ടം എന്നതാണോ, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ ഇത് കൂട്ട് ഈ മാസങ്ങളിൽ ഇത് കൂട്ട് നിറയെ ആകും. ഉള്ളിച്ചെടി എന്നാ പറയുന്നത്. നല്ല രസമാ, ഇത് തന്നെ ഉണ്ടായി വരുന്നതാ. പഞ്ഞിമരം എന്നൊക്കെയാ പറയുന്നത്, പക്ഷെ പഞ്ഞിമരം അല്ലത്. അത് എന്ത് രസമാണെന്ന് നോക്കിയേ. അതിന്റെ ആ പൂവും വലിയ പൂവാ, പക്ഷെ മുരിക്ക് പോലെ അത് വരുന്നത്.
മുള്ളു മുരിക്ക് പോലെ വരുന്നു. ഇന്നത്തെ പൂവ് പാറയുടെ മണ്ടയിലാണ് അത് നിൽക്കുന്നത്, വേറെ അടിയിലോട്ട് പോകുമായിരിക്കും. നല്ല ഭംഗിയാണേ. ഇലയെന്ന് പറഞ്ഞാൽ ഡാർക്ക് പച്ചയൊന്നും അല്ല, ഒരു മഞ്ഞ കളർ കൂടി ഒരു പച്ചയാ. നല്ല രസമാ. അത് ആ വെള്ളച്ചാട്ടത്തിന്റെ കരയിലൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴേ എന്ത് രസമാ. അടുത്ത വീഡിയോ നമ്മൾ ബൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം നമ്മുടെ ഹണീസ് ബ്ലോഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.